നമ്മളിന്ന് ഉച്ചയ്ക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കോംബോ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ മലായി കോഫ്തയും ഉണ്ടാക്കുന്നുണ്ട്, ജീര റൈസുമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ജീര റൈസ് ഉണ്ടാക്കാനായിട്ട് ജീരകശാലയുടെ അരിയാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ 2 കപ്പ് ജീരകശാലയുടെ അരി കൊണ്ടാണ് ഇന്നത്തെ ഒരു റൈസ് വയ്ക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായി കഴുകിയതിന് ശേഷം ഇതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കണം. എന്തായാലും ഈ സ്റ്റെപ്പ് നമ്മൾ മാറ്റരുത് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും ചെയ്യണം. നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ ആ അരിയൊക്കെ ഒന്ന് നീട്ടം അതിൻ്റെ ഒന്ന് വികസിച്ച് വരണം. അപ്പോഴാണ് അത് കുക്ക് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് കിട്ടുക. ഒരു 15 മിനിറ്റ് അങ്ങനെ കുതിർക്കാൻ വെക്കണം. നമുക്ക് ആ നേരം കൊണ്ട് അരി വേവിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാം. കുക്കറിൽ ഞാൻ 12 കപ്പ് വെള്ളമാണ് 2 ഗ്ലാസ് അരിക്ക് എടുത്തേക്കണത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പുണ്ടായിരിക്കണം. ആ ഒരു രീതിയിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുക. ജസ്റ്റ് വെറുതെ ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ അതേ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ആ അരി വാർത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിയിലൊന്നും പിടിക്കില്ല. പെട്ടെന്ന് ഇട്ട അതുപോലെ തന്നെ ഇടാണ്ട് ഒന്ന് ഇളക്കിയിട്ടൊന്ന് വെക്കുക. പിന്നെ ഒപ്പം അതിലേക്ക് ചെറുനാരങ്ങ നീര്, ഒരു അരമുറി ചെറുനാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ റൈസൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി പിടിക്കാതിരിക്കാനായിട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ ഒരു നല്ലൊരു ടെക്സ്ചറിൽ വേണം, ഉതിർന്നിരിക്കണം ഈ ഒരു ജീര റൈസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഇതുപോലെ തിളപ്പിച്ചെടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ കുതിർക്കും കൂടി ചെയ്തേ കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അത് ഒരു വിധം വേവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അങ്ങനെ വേവാനായിട്ട് നിൽക്കരുത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ അത് ഒന്നിലൊന്ന് തൊടാതെ നിൽക്കണം. എന്നാൽ പിടിച്ച് നമ്മളൊന്ന് എടുത്ത് കടിച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടായിരിക്കണം. ആ ഒരു രീതിയിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇതിങ്ങനെ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. ഒന്നൊന്നിനോട് തൊടാതെ ഈ ഒരു സ്റ്റേജിലാണ്. ഇതുപോലെ കയ്യിലോണ്ടൊക്കെ ഒന്ന് ആക്കുമ്പോൾ അത് ഉതിർന്ന് തന്നെ ഇരിക്കണം. ആ ഒരു ലെവലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 8 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആ നെയ്യ് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ജീരകം, സാധാരണ നല്ല ജീരകം ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ജീരകത്തിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ഒന്ന് വന്ന് തുടങ്ങുന്ന സമയത്ത് 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഒരു ചെറിയൊരു എരിവും കൂടെ ഇതിൽ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ വേറെ മസാലകളൊന്നും ഈ ഒരു ജീര റൈസിൽ നമ്മൾ ചേർക്കില്ല. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മുടെ റൈസ് റെഡിയായി കിട്ടും. ഇനി ഇത് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ലോവിൽ തന്നെ വയ്ക്കുക. ഈ സമയത്ത് ആ മുളകൊക്കെ ഒന്നായി വന്ന് ആ ജീരകത്തിൻ്റെയൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് നല്ലോണം ആവും. ജീരകം നല്ലൊരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യും ഇളക്കുമ്പോൾ. ഈ സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചോറെല്ലാം ഇതിലേക്ക് വേവിച്ചത് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സാക്കാം. നന്നായിട്ടൊന്ന് എല്ലാ റൈസിലേക്കും യോജിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ജീരകം നമ്മൾ കടിക്കുമ്പോൾ ചോറ് ഉണ്ണുമ്പോൾ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും. അങ്ങനെ അതുപോലെ ജീരകം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതാണ്ട നമ്മുടെ ജീര റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് നമുക്ക് വെക്കാം. ഇതിന് നമുക്ക് നല്ലൊരു സൈഡ് ഡിഷും കൂടെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് മലായി കോഫ്തയാണ് ഉണ്ടാക്കുന്നത്. കോഫ്ത നമുക്ക് അവസാനം ഉണ്ടാക്കാം. ആദ്യം തന്നെ അതിലേക്കുള്ള ഗ്രേവി ഉണ്ടാക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒപ്പം തന്നെ 1/2 ഇഞ്ചിൻ്റെ ഒരു ഇഞ്ചി കഷ്ണം ഇട്ട് കൊടുക്കാം. മുഴുവനോടെ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് നീളനെ അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ 15 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ 15 എണ്ണം കാഷ്യൂ പീസസ് ഇട്ട് കൊടുക്കുക. 15 പീസ് ഇട്ട് കൊടുക്കുക. പിന്നെ 3 സവാളയാണ് കേട്ടോ. മീഡിയം സൈസ് സവാള 3 എണ്ണം ഇത്തിരി കനത്തിൽ തന്നെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരണം. സവാളയുടെ നല്ലൊരു മണം വരും വഴന്നിട്ട്. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡും വരും. ആ ഒരു സമയം വരെ ഇത് വഴറ്റിയെടുക്കണം. ഇനി അങ്ങനെ വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് 2 മീഡിയം സൈസിൽ തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ 3 സവാളയ്ക്ക് 2 തക്കാളിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതും കൂടെ ആ തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വെന്ത് വരണം തക്കാളി. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇളക്കുക. ആ വെള്ളം ഒന്ന് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ടിട്ട് പിന്നെ വെള്ളമൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതായത് നമ്മൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. തീരെ കട്ടയില്ലാത്ത രീതിയിൽ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഇനി അതേ പാനിലേക്ക് തന്നെ ഒത്തിരി നല്ലോണം തന്നെ ഓയിൽ ഒഴിച്ച് ഒരു 1/4 കപ്പൊക്കെ ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പം അരപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ ഗരം മസാല നമ്മൾ ചാനലിൽ ഉണ്ടാക്കിയ ഓൾ ഇൻ വൺ മസാലയാണ് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും
അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇത് ആ എണ്ണയൊക്കെ ഒന്ന് തെളിയുന്ന വരെ കുറച്ച് നേരം നിന്ന് ഇളക്കണം കേട്ടോ. അത് നന്നായി വഴറ്റിയെടുക്കുന്നതിലാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറും നല്ലൊരു കളറും ടെക്സ്ചറൊക്കെ കിട്ടുക. അപ്പോൾ ഇതുപോലെ വഴന്ന് വരണം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. നല്ല മസാലയുടെ മണമൊക്കെ ആയി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് പൊടിച്ച് കൈകൊണ്ട് തിരുമ്മിയിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില പൊടി അരിഞ്ഞതും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നോക്കിയിട്ട് തിക്നെസ്സിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കാരണം ഇത് നമ്മൾ ഇത്തിരി ഒന്ന് ലൂസായിട്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വെക്കുക. കാരണം ഇത് നന്നായിട്ട് കട്ടിയായി വരും. ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം കഴിയും തോറും ഇതിങ്ങനെ തിക്കായി വരുന്ന ഒരു ഗ്രേവിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുക്കുക. ഒന്ന് മൂടി വെച്ചിട്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല തിള വരുന്നത് ഇതുപോലെ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കി ഇടുക. ഇനി നമുക്ക് കോഫ്ത ഉണ്ടാക്കാം. അപ്പോൾ കോഫ്ത ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 ചെറിയ സൈസ് ഉരുളക്കിഴങ്ങാണ്. അത് വേവിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. അത് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 100 ഗ്രാം പനീറാണ് കേട്ടോ. അത് പനീർ നന്നായിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പൊടിയായിട്ട് നമുക്ക് കുഴയ്ക്കാവുന്ന ഒരു രീതിയിൽ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു പച്ചമുളക് പൊടി അരിഞ്ഞിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി പൊടി അരിഞ്ഞതും വളരെ കുറച്ച് മല്ലിയില പൊടി അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും, 4 പൊടി അരിഞ്ഞ വെളുത്തുള്ളിയും, കുറച്ച് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും, 2 ടേബിൾ സ്പൂൺ മൈദയും. ഇത് എല്ലാം കൂടിയിട്ട് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇതുപോലെ തിരുമ്മി തേച്ച് പിടിപ്പിക്കണം കേട്ടോ. മുളകും എല്ലാം നന്നായിട്ട് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി കുഴച്ചതുപോലെ മിക്സാക്കി മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു മീഡിയം സൈസ് ഉണ്ടകളായിട്ട് ഇതുപോലെ റോൾ ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ എടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കിത് ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് പൊട്ടിപ്പോവും. അപ്പോൾ അതിനൊരു സ്ലറി നമുക്ക് തയ്യാറാക്കാം. മൈദ കുറച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാണ്ട് മിക്സാക്കി എടുക്കുക. വല്ലാണ്ട് ലൂസാക്കിയിട്ട് മിക്സാക്കരുത്, എന്നാൽ വല്ലാണ്ട് തിക്കുമല്ലാത്തൊരു രീതിയിൽ. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു സ്ലറി ഉണ്ടാക്കണമെങ്കിൽ. ഇതിലേക്ക് ഇതൊന്ന് മിക്സാക്കി ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആ കോട്ടിങ് നിൽക്കുന്ന രീതിയിൽ ഉണ്ടാക്കട്ടെ. അപ്പോൾ വല്ലാണ്ട് ലൂസാവാണ്ടൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. എണ്ണയിലിട്ടിട്ട് ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈദമാവ് ഇട്ട് കുഴച്ചത്. എന്നാലും ഇതുപോലെ ഒരു കോട്ടിങ് നമ്മൾ കൊടുക്കണം. എന്നിട്ട് നമ്മൾ എണ്ണ ഒരു മീഡിയം ചൂടൊക്കെ ആയി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരെണ്ണം ആദ്യം നമ്മൾ ഇട്ടിട്ട് നോക്കുക, ഉരുട്ടിയൊന്ന് നോക്കുക. വല്ലാണ്ട് അങ്ങോട്ട് ഉരുട്ടരുത്. ഇട്ട വഴിക്ക് അത് പുറമേയുള്ള കോട്ടിങ് ആയി വരുമ്പോൾ അതൊന്ന് ഉരുട്ടി നോക്കുക. അപ്പോൾ ഇത് പൊട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു കറക്റ്റാണ് നമ്മുടെ സ്ലറി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ പൊട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ സ്ലറിയിലേക്ക് കുറച്ചും കൂടെ മൈദപ്പൊടി ഇട്ടിട്ട് തിക്കാക്കി എടുക്കുക. എന്നിട്ട് കോട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ ഫ്രൈ ആക്കിയിട്ട് ഇതുപോലെ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇത് കഴിക്കുന്ന നേരത്ത് ഇതുപോലെ വിളമ്പിയാൽ മതിയാവും. കാരണം ഈ ഒരു കോഫ്ത ആ ഗ്രേവിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് സോഫ്റ്റായി പോകും. കഴിക്കുന്ന നേരത്ത് ഇതുപോലെ ഗ്രേവി ഒഴിക്കുക. കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലായി കോഫ്ത റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കിടിലൻ കറിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേറെ എക്സ്ട്രാ ഒന്നും വേണ്ട. റൈസും നമുക്ക് പെട്ടെന്ന് വയ്ക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന ഒരു കോംബോ റൈസ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ എന്തായാലും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കമൻസിൽ. അപ്പോൾ ഞാനിത് പൊട്ടിച്ചൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോസൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് കൂടെ തന്നിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അതുപോലെയാണ് കോഫ്ത പൊട്ടിച്ച് റൈസിൻ്റെ ഒപ്പം മിക്സാക്കി കഴിക്കുക. ഇടയ്ക്കൊക്കെ ആ ഒരു പീസും എടുത്ത് കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.